ദിലീപേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഓണത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് ദിലീപേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂകളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ദിലീപേട്ടൻ്റെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നെ ദിലീപേട്ടൻ എന്ന് വിളിക്കുന്ന ആൾ എൻ്റെ ചേട്ടനോട് വിളിച്ചാ ചക്രമത്തിലെ അരവിന്ദൻ്റെ ചേട്ടനാണ് ഇരിക്കുന്നത്. അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. അല്ല, ഇപ്പോഴത് ആളുകൾ പറയാറുണ്ട് കേട്ടോ ആ ഇത് സിനിമയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, അറിയോ, നമുക്ക് പഴയ കാലം ഉണ്ടാവല്ലോ, സിനിമയിലേക്ക് എത്തിയ ഒരു സമയം, നായകനായിട്ടൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുള്ള സിനിമ വരെയുള്ള കുറച്ചൊരു പീരീഡ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാവും. ചുരുക്കാൻ പറ്റില്ല, പറയണേ ഒരുപാടുണ്ടാവും പറയാൻ. കാരണം കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് കുറേ കാലം ഞങ്ങൾ 4 പേരായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അഭിനയിച്ചത് എന്നോട് ഇഷ്ടം കൂടാമെന്ന് പറഞ്ഞ ഫിലിമാണ്. അതിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഒരു അഭിനയത്തിലേക്ക് മാറിയത് മാനത്തെ കൊട്ടാരം മുതലാണ്. അന്ന് ഞങ്ങൾ 4 പേരാണ് അഭിനയിക്കുന്നത്. അന്ന് ഇതേമാതിരി തന്നെ 4 പേരും ഉണ്ടാവും ചിലപ്പോൾ റൂമിൽ. അതിനുശേഷം പിന്നെ 3 പേരായി. പിന്നെ 3 Men Army എത്തിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ഏറ്റവും വിലയേറിയ താരമായിരുന്നു ഇന്ദ്രൻസ്. അപ്പോൾ ഇന്ദ്രേട്ടനുണ്ട്, പ്രേംകുമാർ, പ്രേമേണ്ണുണ്ട്, പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 2 പേരായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം സല്ലാപം കഴിഞ്ഞിട്ട് ഇപ്പോഴേയും കിടന്നായപ്പോഴാണ് സിംഗിൾ ഹീറോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അതിനുമുമ്പ് കൊച്ചു കൊച്ചു വേഷങ്ങൾ ഒരുപാട് ചെറിയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളും അതിൻ്റെ രസച്ചരകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ ഈ പഴയ കാലത്തുണ്ടായിരുന്ന സൗഹൃദങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഏത് തരത്തിലായിരുന്നു പഴയ സൗഹൃദങ്ങൾ? പഴയ കാലത്തുള്ള സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം സ്കൂളിലുള്ള സൗഹൃദങ്ങളാണെങ്കിലും അതുപോലെ കോളേജിലുള്ള സൗഹൃദങ്ങളാണെങ്കിലും എല്ലാം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സ്കൂളിൽ ഇപ്പം ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച എല്ലാവരും ഒന്ന് ഒത്തുകൂടി. അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിൽ പലർക്കും മാറ്റങ്ങളില്ല, പലരെ കണ്ടാൽ വളരെ വ്യത്യാസം. കാരണം നമ്മളൊക്കെ മാനസികമായിട്ട് ഇപ്പോഴും സ്കൂൾ കോളേജ് ഡേയ്സിൽ നടക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് മോളെ കാണുമ്പോഴാണ് അയ്യോ ഞാൻ ഒരു അച്ഛനാണ് എന്ന് ഓർക്കുന്നത്. കാരണം നമുക്ക് പിള്ളേരുടെ മനസ്സിലുള്ളൊരു കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ നിങ്ങൾ ശരിക്കും സ്കൂൾ ഓഫ് ഡ്രാമ എന്തായിരുന്നു? അഭിനയൊക്കെ പഠിച്ചു വന്നാളല്ലേ? പോയിട്ട് ദിലീപേട്ട എന്നെ ഇൻ്റർവ്യൂ ചെയ്യണ പോലെ ആവരുത്. ഇല്ലില്ല, വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാൻ ആൾക്കാർക്ക്. ഞാനിവിടെ ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. പക്ഷേ മായയുടെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. കാരണം നിങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ വല്ല സ്കൂൾ ഓഫ് ഡ്രാമ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമാണോ? സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സിനിമ ചെയ്തിരുന്നു, മൺകോലങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. അത് ലാൽജോ സാറൊക്കെ കണ്ടിട്ടാണ് എന്നെ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ കൂടെ കൂട്ടിയത്. അപ്പോൾ അതിൽ അഭിനയിക്കുക എന്നുള്ളൊരു സംഗതിക്ക് അല്ലായിരുന്നു ഇന്ന് സത്യത്തിൽ മീശമാധവനിൽ വന്നത്. അതിൻ്റെ ഒരു പിന്നെ ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്, പിന്നെ മറ്റത് നിൻ്റെ ഒരു ആർട്ട് സിനിമയാണ്, നീ കമേഴ്ഷ്യൽ സിനിമയുടെ രീതിയൊക്കെ നീ ഒന്ന് മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്തിയതാണ്. അങ്ങനെയാണ് പിന്നെ അതിലുള്ള ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു വേഷം. അതിപ്പോൾ നമ്മൾ നിർമ്മിച്ച ഒരു സിനിമയാണ്, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമ മലർവാടി. അതിലെ പൊളിറ്റീഷ്യൻ. അതെ അതെ, അത് നല്ല സംഭവങ്ങളാണ്. കുട്ടികളുടെ ഒരു മനസ്സുണ്ടാവുകയും കുട്ടികളുടെ ഒരു രീതിയിൽ അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും സത്യസന്ധരായിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് കുട്ടികൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോടുള്ള. ഇപ്പം നമ്മൾ പല അവസരത്തിലും നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ചില സമയത്ത് നമ്മൾ വണ്ടിക്ക് വന്ന് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ചില സ്ത്രീകൾ ചില കുട്ടികളൊക്കെ ആയിട്ട് വരും. പിന്നീട് നമ്മൾ കേട്ടിരിക്കുന്നത് അത് അവരുടെ കുട്ടികളല്ല, അതിനു വേണ്ടി ഒരു മാഫിയുണ്ട്. ഒരു കുട്ടിയെ കുറേ ആളുകൾ അതിന് ഭിക്ഷാടനം ചെയ്യാനും അവർക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കൂലി. പിന്നെ അതുപോലെ ഒരു കുട്ടിയെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് അവരുടെ കൈ കൊടുക്കില്ല. ഈ കുട്ടികൾക്ക് എന്തോ മയങ്ങാനുള്ള സാധനം രാവിലെ കൊടുത്തിട്ട് അതിന് മയക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പല കഥകളുണ്ട്. എൻ്റെ സത്യം എത്രത്തോളം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമവും. പെട്ടെന്ന് നമുക്കുള്ള കുട്ടികളെ കാണാനുള്ളൊരു വേവലാതിയും കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ ഫോണെടുത്ത് അത് നമുക്ക് ഭയങ്കര ഫീലായി പോകും. കാരണം കുട്ടികളെന്ന് പറയുന്നത് കാരണം അതുങ്ങൾക്ക് അത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെന്ന് അതുങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഒരു പരിധി കഴിയുമ്പോഴാണ് കുറച്ച് കള്ളത്തരങ്ങൾ പഠിക്കുക, കുസൃതികൾ കൂടുക എന്നൊക്കെ പറയുന്നൊരു ഇത് നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു. പക്ഷേ ഈ കുട്ടികൾ നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്.
അല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ അതല്ല, ഈ ദിലീപേട്ടൻ്റെ അഭിനയത്തിൽ എനിക്ക് തോന്നിയത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു രസികത്വം എല്ലാ സിനിമയിലും അല്ലെങ്കിൽ മിക്ക കഥാപാത്രങ്ങളിലും അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവർ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. എന്താ തോന്നുന്നു? ശരിയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കുട്ടികൾക്ക് ചില സമയത്ത് കാർട്ടൂൺ ചിത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പാട്ടുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോമഡി ഫൈറ്റിലൊക്കെ ഇതിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ ഇടാറുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ മകൾ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. എൻ്റെ മകൾ ചിരിച്ചാൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതുപോലെ എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. മക്കളുടെ സന്തോഷം കാണുന്ന ഒരച്ഛൻ അമ്മ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് എന്തും കുട്ടികളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നൊരു വിഷയം. അതെ, കാരണം ഒളിച്ചു വെക്കലുകളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്, ഭയങ്കര ഓപ്പൺ. പിന്നെ അവരാണ് നാളത്തെ തലമുറ, അല്ലെങ്കിൽ നമ്മളുടെ ഭാവി വാഗ്ദാനം. മാത്രമല്ല ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഭയങ്കര കുട്ടികൾ. അതുകൊണ്ട് അവരായിട്ട് കോമ്പറ്റീഷനും നമ്മളില്ല, നമ്മൾ തോറ്റുപോകും. അപ്പം അതുകൊണ്ട് ഈ കൊച്ചു കുട്ടികളെ വരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കഴിവിന് മുമ്പിൽ നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മിക്ക സിനിമകളിലും ഈ ഓരോ സീനുകൾ കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു 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 എന്താ പറയുക, അത്ര ചില രസങ്ങൾ നിറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രസങ്ങൾ നമ്മൾ ബോധപൂർവം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ? അത് ചില സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുന്ന ടീമിൻ്റെ ഒരു കൂട്ടായ്മ, പിന്നെ ചില കെമിസ്ട്രി നമ്മൾ സ്ക്രീനിൽ വർക്കൗട്ട് ആവുക എന്ന് പറയുന്ന പോലത്തെ മാനസികമായിട്ടുള്ള ഐക്യം, കുറേ കാര്യങ്ങൾ. ചില സിനിമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ദൈവാധീനം പോലെ നമുക്ക് ചില കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. ചില സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഡ്രൈ ആയിരിക്കും, വെറുതെ വന്ന് അഭിനയിച്ചിട്ട് പോകാന്ന് പറഞ്ഞ പോലെ ആയിരിക്കും, നമുക്കൊന്നും വരില്ല. ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അത് അതിൻ്റെ ഫൈനൽ റിസൾട്ടും ഡ്രൈ ആയിട്ട് തന്നെ ഒരു അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആരോ നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്ന പോലെ